എല്ലാവർക്കും മേക്സം ഹാപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് അഡീനിയം പ്രൂണിയുമായിട്ടാണ് കേട്ടോ. അഡീനിയം പ്രൂണിങ് ചെയ്താലാണ് നമുക്ക് ആ ക്യാഡക്സൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഉരുണ്ടിട്ട് ഷേപ്പായിട്ട് വരും. അപ്പോൾ പൂക്കളും ഉണ്ടാവും, പെട്ടെന്ന് നല്ല പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബ്രാഞ്ചസും ഉണ്ടാവും കേട്ടോ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേട്ടോ പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയം. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ പ്രൂൺ ചെയ്യാൻ അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ അതിന് മുന്നേ മഴക്കാലം വരുന്നതിനും ഒരു 3 ആഴ്ച മുൻപെങ്കിലും നിങ്ങൾ പ്രൂൺ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫംഗിസൈഡ് ആണ് കേട്ടോ. നല്ലൊരു ഫംഗിസൈഡ് ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം തേച്ച് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡാണ്. ഇത് 20 ഗ്രാമിന് 38 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. ഇത് നമ്മളെ ഫെർട്ടിലൈസും വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തും അത് നല്ല സ്റ്റെറിലൈസ് ചെയ്യണം. ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ടോ അതോ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടോ തുടച്ച് മാറ്റണം കേട്ടോ. അണു വ്യക്തമാക്കിയാലേ നമ്മൾ നല്ല പൂർണ്ണത കിട്ടുള്ളൂ ഇതിന് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ വരുന്ന കുറച്ച് നീര് പോലെ ഉണ്ടാവും കേട്ടോ. അത് നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് നമ്മൾ തുടച്ച് മാറ്റണം. അതിന് ശേഷമാണ് അത് ഫംഗിസൈഡ് പുരട്ടേണ്ടത് കേട്ടോ. ഞാനിവിടെ 2 പ്ലാന്റ് പ്രൂൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രൂൺ ചെയ്യുന്നത്. ഇതും ആദ്യം കാണിച്ച പോലെ തന്നെ ചെയ്യാം. പ്രൂൺ ചെയ്തത് ഇനി നല്ല തണലുള്ള ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കണം കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്ത രീതിയിൽ നിങ്ങൾ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വെക്കണം. ബാക്കിയുള്ള കമ്പുകളൊക്കെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. ആദ്യം ചട്ടിയിൽ സാധാ പറമ്പിലെ മണ്ണ് നിറയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് മണലും കുറച്ച് കമ്പോസ്റ്റും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മണൽ നമുക്ക് ഇവിടെ കിട്ടാൻ കുറവാണ്. അപ്പോൾ മുകളിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുക, ബാക്കി പറമ്പിലെ മണ്ണ് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അടിയിൽ കുറച്ച് കരിയിലും മുകളിൽ കുറച്ച് പറമ്പിലെ മണ്ണും അതേപോലത്തെ ഏറ്റവും മുകളിൽ കുറച്ച് മണൽ. അപ്പോൾ ആ മണലിലാണ് നമ്മൾ ഇത് കുത്തി വെച്ച് കൊടുക്കുക കമ്പുകളൊക്കെ. റൂട്ട് ഹോർമോൺ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതിൽ കമ്പിൽ തട്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കും. ബാക്കിയുള്ള കമ്പൊക്കെ നമുക്ക് ഇങ്ങനെ കുത്തി വെക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ബോട്ടിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് സെയിം ഫ്ലവറൊക്കെ കിട്ടും, പക്ഷെ കാഡക്സ് ഉണ്ടാവില്ല എന്ന് മാത്രം. കാഡക്സ് ആണെങ്കിൽ നമുക്ക് വിത്തുകൾ മുളപ്പിക്കാനെയാണ് കേട്ടോ വേണ്ടത്. എന്നാലേ നമുക്ക് കാഡക്സ് കിട്ടുള്ളൂ. നല്ല കാഡക്സ് ആണെങ്കിൽ വിത്തുകളൊക്കെ മുളപ്പിച്ചാലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിന് കാഡക്സ് ഉണ്ടാവില്ല. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ അടുത്തത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണല്ലേ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കുക, അതേപോലെ ഓൾ ഓപ്ഷനും കൂടി ചെയ്യാം കേട്ടോ.
നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടുള്ള മുകളങ്ങളൊക്കെ പൊട്ടിമുളയ്ക്കും. അതേപോലെ പ്രൂൺ ചെയ്ത ബ്രാഞ്ചസ് ഒക്കെ കണ്ടില്ലേ, 3 ബ്രാഞ്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. അതേപോലെ മറ്റേതും മുകളങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അതൊക്കെ ഇനി ബ്രാഞ്ചായിട്ട് മാറും കേട്ടോ. ഇതാണ് നമ്മൾ പ്രൂൺ ചെയ്താൽ കിട്ടുക. ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് പോകും. പിന്നീട് അതും കുറച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ആയതും നമുക്ക് പ്രൂൺ ചെയ്യണം കേട്ടോ. കമ്പ് വെച്ചത് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് 1 മാസം 2 മാസമൊക്കെ ആകുമ്പോഴാണ് ഇത് റെഡി ആയിട്ട് വരിക. ഒരു 2 മാസമെങ്കിലും വേണം, എന്നാലായിട്ട് ഇത് ഒരു ഹെൽത്തി ആയിട്ട് കാണുള്ളൂ കേട്ടോ.